നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പരസ്യ പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. ഇന്ന് സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം പൂർത്തിയാകും. 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുവിലെയും അടക്കം 88 മണ്ഡലങ്ങളിലാണ് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. യഥാർത്ഥ ചൂടിനൊപ്പം ഈ പ്രചാരണ ചൂട് താണ്ടിയാണ് ഇന്ന് ആവേശ കൊടുമുടിയിൽ കലാശക്കൊട്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പുന്നപ്പറ കാർമൽഗിരി എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനത്താണ് അദ്ദേഹം രാവിലെ 10 മണിയോടെ പ്രസംഗിക്കുക. പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ രാത്രി 11 മണിയോടെ അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി. രാവിലെ ഹെലികോപ്റ്ററിൽ ആലപ്പുഴയിൽ എത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രസംഗത്തിന് ശേഷം ദില്ലിക്ക് മടങ്ങും. സംസ്ഥാനത്ത് ഇന്ന് അമിത്ഷാ പങ്കെടുക്കുന്ന ഏക തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ആലപ്പുഴയിലേത് മാത്രമാണ്. കൂടാതെ തെരഞ്ഞെടുപ്പ് അടുത്ത അവസാന നിമിഷത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രനെതിരെ ആരോപണമായി TG നന്ദകുമാർ രംഗത്ത് വന്നത്. അതിൽ തക്ക മറുപടിയും ശോഭ നിമിഷങ്ങൾക്കകം തന്നെ നൽകിയിരുന്നു. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന TG നന്ദകുമാറിന്റെ ആരോപണത്തോടാണ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചത്. മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു പ്രമുഖനെ BJPയിൽ എത്തിക്കുന്നതിന്റെ കാര്യം ചർച്ച ചെയ്യുന്നതിനാണ് TG നന്ദകുമാർ തന്നെ വന്ന് കണ്ടിട്ടുള്ളതെന്നാണ് ശോഭാ സുരേന്ദ്രൻ ഇതിന് മറുപടി നൽകിയിട്ടുള്ളത്. BJPയുടെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നതിനിടയിലാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഇത്തരത്തിൽ ആരോപണമായിട്ട് രംഗത്ത് വന്നത്. ഏതായാലും ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ള സംശയവും ഇപ്പോൾ BJP പാളയത്തിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ഏതായാലും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ശോഭാ സുരേന്ദ്രന്റെ പിന്തുണ അറിയിച്ച് അമിത്ഷാ ഇന്ന് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 19 വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രന്റെ പിന്തുണ അറിയിച്ച് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ കേരളത്തിലെത്തിയിരുന്നു. വയനാട്ടിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയിലും റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. രാവിലെ മുതൽ മണ്ഡലത്തെ ഇളക്കി മറിച്ച് സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ നടക്കും. അവസാന 48 മണിക്കൂറിൽ നിശബ്ദ പ്രചാരണം മാത്രമാണ്. ഈ സമയം നിയമവിരുദ്ധമായി കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. മിക്ക ജില്ലകളിലും നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. അതീവ സുരക്ഷയാണ് കേരളമാകെ. ആരോപണ പ്രത്യാരോപണങ്ങളും ഒന്നിനു പിറകെ എത്തിയ വിവാദങ്ങളും ആവേശം പകർന്ന പ്രചാരണത്തിലാണ് ഇന്ന് തിരശ്ശീല താഴുന്നത്. വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് പണം കൈമാറ്റം, സൗജന്യങ്ങളും സമ്മാനങ്ങളും നൽകൽ, മദ്യവിതരണം എന്നിവ കണ്ടെത്തിയാൽ നടപടിയെടുക്കും. വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെയുള്ള 48 മണിക്കൂർ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദ്യവിതരണത്തിനും വിൽപ്പനയ്ക്കും നിരോധനമുണ്ട്. എല്ലാ വാഹനങ്ങളും പരിശോധിക്കും. പുറത്തുനിന്നുള്ള പാർട്ടി പ്രവർത്തകർ മണ്ഡലത്തിൽ തുടരാൻ അനുവദിക്കില്ല. ലൈസൻസ് ഉള്ള ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും കൊണ്ടു നടക്കുന്നതിനുമുള്ള നിരോധനം തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതുവരെ തുടരും. പ്രചാരണ സമാപനം കൊഴുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് 3 മുന്നണികളും. അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗമാണ് സംസ്ഥാനത്തെ ഒടുവിലത്തെ സജീവ ചർച്ചാ വിഷയം. അഭിപ്രായ സർവേകൾ UDF ആധിപത്യം പ്രവചിക്കുന്നു. തൃശൂർ പൂര വിവാദവും ചർച്ചകളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള അവസാന ദിനമാണ് ഇന്ന്.